ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാം എഫ്ഐആറിൽ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതികളായി എ പത്മകുമാർ, കെ രാഘവൻ, കെ പി ശങ്കരദാസ്, എൻ വാസു എന്നിവരെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. കട്ടളക്കടത്ത് കേസിലാണ് ബോർഡ് അംഗങ്ങളെ പ്രതി ചേർത്തത്. ആർ അരുൺ രാജ് വീണ്ടും ചേരുന്നു. അരുൺ രാജ്, വിശദാംശങ്ങൾ. സ്വർണ്ണ പാളിക്ക് പിന്നാലെ സ്വർണ്ണ കട്ടളയും കടത്തി എന്നുള്ളതായിരുന്നു. അത് ചെമ്പന്ന് രേഖപ്പെടുത്തി കടത്തി എന്നുള്ളതാണ് പ്രധാനമായും SIT ടീമാണെന്ന് കണ്ടെത്തിയത്. ദേവസ്വം സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് തയ്യാറാക്കിയത്. ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കടക്കം പങ്കുണ്ട്. അവരുടെ കൂട്ടുത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കടത്തിയത് എന്നുള്ളതാണ് ഈ SIT ടീമിന്റെ കണ്ടെത്തൽ. അതിന്റെ എഫ്ഐആറിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മാർച്ച് 19 ഇത്തരമൊരു ഉത്തരവ് ഇറക്കുന്നു. പിന്നീട് ഈ ദേവസ്വം കമ്മീഷണറുടെ ആയിരുന്ന മൂന്നാം പ്രതി, അതായത് N വാസുവിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണം പൂശിയ ഈ കട്ടളപ്പാളികൾ അത് ചെമ്പന്ന് രേഖപ്പെടുത്തി മെയ് മാസം 18 തീയതി ബോർഡ് ജീവനക്കാരായ 4 മുതൽ 7 വരെയുള്ള പ്രതികൾ ഈ അവരുടെ അറിവോടുകൂടി അവിടെ നിന്ന് കടത്തുന്നത് എന്നുള്ളതാണ്. അതിൽ ദേവസ്വം ബോർഡിന്റെ അനുമതി ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി ഇപ്പോൾ SIT ടീമിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2019 കാലയളവിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരിക്കുന്നവർക്ക് ഇക്കാര്യത്തിൽ അറിവുണ്ട് എന്നുള്ളതാണ് SIT പറയുന്നത്. ഒന്നാം പ്രതിയുടെ കൈവശം, അതായത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കൈവശം സ്മാർട്ട് ക്രിയേഷനിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുകൊടുക്കുന്നതിൽ ഇവരുടെ അറിവ് പരസ്പരം ഉണ്ടായിരുന്നു. ഈ സ്വർണം പൂശിയതാണ് എന്ന് അറിയാമായിരുന്നിട്ടും അത് ചെമ്പന്ന് രേഖപ്പെടുത്തി കൊണ്ടുപോയി ഉത്തരവ് പരിശോധിക്കാൻ പോലും ഇവരാരും തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതിൽ വലിയ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തൽ കൂടി ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ നഷ്ടവും അതുപോലെ തന്നെ ഈ ക്രിമിനൽ ഗൂഢാലോചനയും ഗുരുതരമായി തന്നെ ഉള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. BNS 403, 406, 409, 466, 467, 34 IPC എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഈ പ്രതികൾക്കെതിരെ ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന, അതുപോലെ തന്നെ വ്യാജരേഖ ചമയ്ക്കൽ, മറ്റൊന്ന് ഈ കേസിൽ ഒരു കൂട്ടുത്തരവാദിത്തം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾക്കെതിരെയുള്ള ഇപ്പോഴത്തെ SITയുടെ നീക്കം. ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ SIT ടീം ചോദ്യം ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.